അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഹിജ്റ വർഷത്തിൻ്റെ പുതിയ ഒരാരംഭമാണ് മുഹറം മാസത്തോടുകൂടി ആരംഭിക്കുന്നത്. ഹിജ്റ വർഷത്തിൻ്റെ അതിൻ്റെ ഒന്നാമത്തെ മാസമാണ് മുഹറം. അതോടൊപ്പം തന്നെ ഷഹ്റുൻ അലീമുൻ മുബാറക്, അനുഗ്രഹീതമായ മഹത്തായ ഒരു മാസമാണ്. യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട പവിത്ര മാസങ്ങളിൽപ്പെട്ട ഒരു മാസമാകുന്നു അത്. അഷ്ഹുറുൽ ഹുറുമിൽപ്പെട്ട ഒരു മാസം കൂടെയാണത്. മാത്രമല്ല, റമളാൻ കഴിഞ്ഞാൽ ഏറ്റവും അധികം നോമ്പ് നോൽക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിച്ച ഒരു മാസമാണ് മുഹറം മാസം. ഇതിലെ 9-10 ദിവസങ്ങളിൽ നമ്മൾ പതിവായി നോമ്പ് നോൽക്കുന്നതും വളരെ വലിയ പ്രതിഫലമുള്ളതുമായ ഈ മാസങ്ങളിൽ പരമാവധി തെറ്റുകളിൽ നിന്ന് മാറി നിന്ന് സുന്നത്തായ നോമ്പുകൾ അധികരിപ്പിച്ച് ഒരു വിശ്വാസി ജാഗ്രത കാണിക്കേണ്ട ഒരു മാസമായി നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇതൊന്നുമല്ല സത്യത്തിൽ മുഹറം മാസം എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൻ്റെ പതിവ് ഓർമ്മകളിൽ വരുന്നത്. ഈ മാസം കല്യാണം നിശ്ചയിക്കാൻ പാടില്ല, പുതിയ വീടുകളിൽ താമസം തുടങ്ങാൻ പാടില്ല, പുതിയ യാത്രകൾ ആരംഭിക്കാൻ പാടില്ല, പുതിയ കച്ചവട സ്ഥാപനങ്ങൾ തുടങ്ങാൻ പാടില്ല. അതൊക്കെ നഹ്സാണെന്നതാണ്. എത്രമാത്രം മറ്റുള്ളവരുടെ അന്ധവിശ്വാസങ്ങളും ആചാരങ്ങളും നമ്മളിലേക്ക് കടന്നു വന്നു എന്ന് ചിന്തിക്കാൻ നമുക്കിതുകൊണ്ട് പറ്റും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ഒരു പക്ഷേ ഇപ്പോൾ നമ്മുടെ പത്രങ്ങളിലൊക്കെ വിവാദമായി നിൽക്കുന്നതാണ് രാഷ്ട്രീയ പകപോക്കലുകൾക്ക് വേണ്ടി ഗൂഢോത്രങ്ങളെ, സിഹ്റുകളെ ആശ്രയിച്ചു എന്നും ആ സിഹ്റ് കണ്ടെത്തുന്നതും അത് പുറത്തെടുക്കുന്നതും അതിൽ കിട്ടിയ വസ്തുക്കളുടെ ചിത്രങ്ങളുമൊക്കെ ഇന്ന് രാവിലത്തെ പത്രത്തിലും നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, തികഞ്ഞ ബഹുദൈവ വിശ്വാസത്തിൻ്റെയും അന്ധവിശ്വാസത്തിൻ്റെയും പൈശാചിക പ്രവർത്തനങ്ങളുടെയും മനുഷ്യൻ്റെ പഴയ കാലം മുതൽ തന്നെ ആളുകളിൽ തുറന്നു വന്നിരുന്ന ഏറ്റവും മാരകമായിട്ടുള്ള, ഇസ്ലാം ശിർക്ക് കഴിഞ്ഞാൽ മഹാപാതകമായി കണ്ടിട്ടുള്ള ഈ സിഹ്റ് യഥാർത്ഥത്തിൽ ഇന്നും എന്ത് ചെയ്യുന്നു, അത് നിലനിൽക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതൊക്കെ എവിടെ നിന്ന് വന്നു? ഈ മാട്ടുമാരണങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ, മുസ്ലിം നാമധാരികൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഇതൊക്കെ എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ, അതൊക്കെ നമ്മൾ മറ്റുള്ളവരിൽ നിന്നും കടമെടുത്തവരാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും സഹാബത്തിൽ നിന്നും നമ്മൾ എടുക്കേണ്ട ആ യഥാർത്ഥമായ ഇസ്ലാമിക ആദർശത്തിനു പകരം നാട്ടിലും ചുറ്റുപാടിലും മറ്റു മതങ്ങളിലുമുള്ള ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ നമ്മൾ എടുത്തു. ഏറ്റവും പരിശുദ്ധമായ പവിത്രമായ ദിവസങ്ങളെപ്പോലും നഹ്സാണ്, അപലക്ഷണത്തിൻ്റെ, അപകടങ്ങൾ ജീവിതത്തിൽ വരുത്തുന്ന ദുർലക്ഷണത്തിൻ്റെ ദിനങ്ങളായി മനസ്സിലാക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അത് മറ്റു മതങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള കാര്യങ്ങളാണ്. എന്തൊക്കെ തോന്നിവാസങ്ങളാണ് ഷിയാക്കൾ ഈ ഒരു സന്ദർഭത്തിൽ ചെയ്യുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ അതുകൊണ്ട് ഇത്തരം അന്ധവിശ്വാസങ്ങളിൽ നിന്ന്, ഇത്തരം തെറ്റായ ധാരണകളിൽ നിന്ന് മാറി നിൽക്കുകയും ഓരോന്നിനെക്കുറിച്ചും പ്രാമാണികമായി എന്താണോ ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അതനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനും നമ്മളെല്ലാവരും പരിശ്രമിക്കുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. ഈ സന്ദർഭത്തിൽ ഇതിൻ്റെ അപകടങ്ങളെക്കുറിച്ചും ഈ മാസത്തിൽ നടക്കുന്ന ബിദ്അത്തുകളെക്കുറിച്ചും തെറ്റായ ധാരണകളെക്കുറിച്ചും ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാനുള്ള ഏറ്റവും നല്ല സന്ദർഭമായി നമ്മൾ കാണണം. അതോടൊപ്പം സാധിക്കുമെങ്കിൽ പരമാവധി സുന്നത്തായ നോമ്പുകൾ വർദ്ധിപ്പിക്കുവാനും അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കുവാനും നമ്മളെല്ലാവരും പരിശ്രമിക്കുക. അല്ലാഹു അതിനുള്ള തൗഫീഖ് നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ.